നിങ്ങൾക്കറിയാമോ, ആദ്യം ദൈവം സൃഷ്ടിച്ചത് വെളിച്ചമാണ്. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അതെ, നമ്മുടെ ജീവിതത്തിലും ആദ്യം ഉണ്ടാകേണ്ടത് വെളിച്ചമാണ്. ഒരു വെളിച്ചം. എന്താണ് വെളിച്ചം? ലൈറ്റ് ഇടുമ്പോൾ കിട്ടുന്ന വെളിച്ചമല്ല, ഒരാത്മീക പ്രകാശം, ഒരാത്മീക വെളിച്ചം. നമ്മുടെ ജീവിതത്തിൽ ഒരു ആത്മീക വെളിച്ചം വന്നാൽ നമ്മുടെ ജീവിതം മുഴുവൻ പ്രകാശിക്കും. നമ്മുടെ ഔദ്യോഗിക ജീവിതം, നമ്മുടെ കുടുംബജീവിതം, നമ്മുടെ വ്യക്തി ജീവിതം, നമ്മുടെ ആത്മീയ ജീവിതം, നമ്മുടെ ദൈവവേലയോടനുബന്ധിച്ചുള്ള ജീവിതം, എല്ലായിടത്തും ഈ പ്രകാശം പരക്കും. വെളിച്ചമുണ്ടാകട്ടെ. ദൈവം കൽപ്പിച്ചു വെളിച്ചമുണ്ടാകട്ടെ. അങ്ങനെ വെളിച്ചമുണ്ടായി. ആ വെളിച്ചത്തെക്കുറിച്ച് ഇവിടെ യോഹന്നാൻ ശ്ലീഹ പറഞ്ഞിരിക്കുന്നു, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുവാൻ ഈ സത്യവെളിച്ചത്തിന് കഴിയും. ആ വെളിച്ചമത്രേ കർത്താവായ യേശുക്രിസ്തു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് സമൂഹത്തിലേക്ക് നോക്കിയാൽ, ചുറ്റുപാടും നോക്കിയാൽ, ഞാൻ ഇന്ന് പേപ്പർ വായിച്ചു, ഒരു ഭാര്യ തൻ്റെ ഭർത്താവിനെ സൈനൈഡ് കൊടുത്ത് കൊന്നിട്ട് ആ ഭാര്യ ദുഃഖമായി അഭിനയിച്ചു. പിന്നീട് തിരിച്ചൊരു വിദേശ രാജ്യത്ത് എന്നിട്ട് കാമുകനുമായി സന്തോഷത്തോടെ ജീവിച്ച് അങ്ങ് തുടങ്ങുമ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തു. 23-24 വർഷത്തേക്ക് അവരെ രണ്ടുപേരെയും ജയിലിലാക്കിയെന്ന് ഞാൻ ഇന്ന് വായിച്ചു. എന്താണ് ഈ കേൾക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. അവിശ്വസ്തതയുടെ കാലങ്ങൾ, അത്രമാത്രം അന്ധകാരത്തിൻ്റെ വ്യാപാരം ഇന്ന് ഈ ലോകത്തിലുണ്ട്. എന്തിന്? സ്വന്തം മാതാപിതാക്കളെ കൊല്ലുന്ന മക്കൾ, സ്വന്തം മക്കളെ കൊല്ലുന്ന മാതാപിതാക്കൾ, സ്വന്തം ഭാര്യയെ കൊല്ലുന്ന ഭർത്താക്കന്മാർ. സഹോദരങ്ങളെ, നിങ്ങൾ ഇന്ന് അന്ധകാരത്തിൽ കിടക്കുകയാണോ? പാപത്തിൽ കിടക്കുകയാണോ? അഥവാ നിങ്ങളുടെ ജീവിതത്തിൽ അനേക പാപങ്ങൾ വന്നതുകൊണ്ട് ഇനി എനിക്ക് രക്ഷയില്ല, ഇത്രമാത്രം പാപങ്ങൾ സംഭവിച്ചില്ലേ, ഞാൻ കൊലപാതകം ചെയ്തു പോയില്ലേ, ഞാൻ വ്യഭിചാരം ചെയ്തു പോയില്ലേ, ഞാൻ സ്വന്തം ഭാര്യയെ വഞ്ചിച്ചു പോയില്ലേ, സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചില്ലേ, അങ്ങനെ 100 പാപങ്ങൾ ജീവിതത്തിൽ വന്നതുകൊണ്ട് നിരാശയിൽ കഴിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, അതേ സഹോദര, നിന്നെ പ്രകാശിപ്പിക്കുവാൻ യേശുക്രിസ്തുവിന് കഴിയും. അതേ മകളെ, നിന്നെയും പ്രകാശിപ്പിക്കുവാൻ ഈ സത്യവെളിച്ചമായ യേശുക്രിസ്തുവിന് കഴിയും. നാം എന്ത് ചെയ്യണം? ഈ നമ്മുടെ അന്ധകാരം നിറഞ്ഞ ജീവിതം സത്യപ്രകാശമാകുന്ന ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. അത്രയേ ഉള്ളൂ. നിങ്ങളുടെ പാപക്കറകൾ മാറ്റിത്തരാൻ യേശുവിൻ്റെ രക്തമുണ്ട്. ആ രക്തമെന്നും ഗുണകരമായി സംസാരിക്കുന്നുണ്ട്. അത് ഹാബേലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ പുണ്യാഹ രക്തമാണ്. ആ രക്തം നിന്റെ പാപക്കറകളെ കഴുകും.